നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. പ്രാർത്ഥനയിൽ വിട്ടിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിസൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. പ്രൈസലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. നാം ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ വിട്ടിരിപ്പിൻ എന്നുള്ളതാണ്. പ്രൈസലോ. ദൈവസഭയെ സംബന്ധിച്ച്, ദൈവമക്കളെ സംബന്ധിച്ച്, ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടം ജനത്തെ സംബന്ധിച്ച് ദൈവവചനം പറയുന്നത് പ്രാർത്ഥനയിൽ വിട്ടിരിക്കാനാണ് പറയുന്നത്. കാരണം പ്രാർത്ഥനയാണ് വേദപുസ്തകം മുഴുവൻ. വേദപുസ്തകത്തിൽ മുഴുവൻ പ്രാർത്ഥിക്കുള്ള ആഹ്വാനം അല്ലേ. പഴയ നിയമ ഭക്തന്മാരൊക്കെ പ്രാർത്ഥന വിട്ടിരുന്നു. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ പ്രാർത്ഥന വിട്ടിരുന്നു. പ്രാർത്ഥനയുടെ എല്ലാം ഏക മാതൃക കർത്താവായ യേശുക്രിസ്തുവാണ്. തന്റെ ശുശ്രൂഷ മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് പ്രാർത്ഥന കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നാം പ്രാർത്ഥന വിട്ടിരിക്കണം. രക്തം ചെയ്യും. പ്രാർത്ഥിക്കുന്നവന് പരാജയം വരത്തില്ല. പ്രാർത്ഥിച്ചാൽ നീ ദുഃഖിക്കേണ്ടി വരത്തില്ല. പ്രാർത്ഥിച്ചാൽ നീ സങ്കടപ്പെടേണ്ടി വരത്തില്ല. പ്രാർത്ഥന നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ വിടുതലുകൾ നടക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവിടെ നാം ദൈവത്തെ വചനം വായിക്കുമ്പം നാം ദൈവത്തിന്റെ മുഴങ്കാലുകൾ മടക്കി കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമല്ല. ചില ചോദിക്കാറുണ്ട്, പക്ഷെ നമുക്ക് കൈകൂപ്പി പ്രാർത്ഥിക്കാൻ പറ്റൂ? കൈകൂപ്പി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ബഹുമാനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ഇരു കൈകളും കൂപ്പി നമ്മുടെ മുഴങ്കാലുകളെ ഹല്ലേലൂയ മടക്കി കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം, കൈകൾ മലർത്തി പിടിച്ച് പ്രാർത്ഥിക്കാം. അതൊക്കെ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മുഴങ്കാലുകൾ നമ്മൾ മടക്കി പ്രാർത്ഥനയുടെ ഒരു ചിഹ്നമാണ് ഇതൊക്കെ. കൈകൾ കൂപ്പുക, കൈകൾ മലർത്തി പിടിച്ച് പ്രാർത്ഥിക്കുക, മുഴങ്കാല് മടക്കുക, മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു അടയാളമാണ്. അതൊരു ശക്തിയുടെ വഴിയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ശക്തിയുടെ വഴികളാണ്. ഹല്ലേലൂയ. കൂപ്പിയ കൈകൾ ഭയഭക്തിയെ ആണ് കാണിക്കുന്നത്. കൂപ്പിയ കൈകൾ എന്ന് പറയുന്നത് ഭയഭക്തിയെ കാണിക്കുക. കർത്താവിന്റെ മുമ്പിൽ മടങ്ങുന്ന മുഴങ്കാലുകൾ ആത്മീയ ബലത്തെ കൊണ്ടുവരികയാണ്. പ്രൈസ്. രണ്ടിനും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. പ്രൈസലോ. ആമീൻ. സാധാരണയായി നമ്മുടെ ദേശത്തിന്റെ കലാചാരപ്രകാരം വീട്ടിലേക്ക് വരുന്നവരെ ഇരു കൈകളും കൂപ്പി ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ നമസ്കാരം, വന്ദനം, സ്വാഗതം, സ്തോത്രം ഒക്കെ എന്ന് പറയാറുണ്ട്. അത് വിവിധ ജാതി മതസ്ഥര് അവരുടേതായ ആചാരങ്ങൾക്കും ഭാവനയനുസരിച്ചും നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരൊക്കെ കൈകൾ കൂപ്പി ഹല്ലേലൂയ നമ്മൾ സ്വീകരിക്കാറുണ്ട്. ദൈവമക്കളുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കൈകൂപ്പി സ്തോത്രം പറഞ്ഞ് നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയും എന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ പലരോടും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതൊന്നും തെറ്റല്ല കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും ദൈവത്തിന്റെ വചനം വായിക്കും. അപ്രകാരം നാം അവരെ വരവേൽക്കുമ്പോൾ, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സ്തോത്രം എന്നൊക്കെ കൈകൂപ്പി നമ്മൾ അവരെ സ്വീകരിക്കുമ്പോൾ, അവരെ വരവേൽക്കുമ്പോൾ ഹല്ലേലൂയ, അവരും നമ്മുടെ സ്നേഹത്തിലും മര്യാദയിലും സന്തോഷിക്കുക. അവർക്കത് ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പോൾ കൂപ്പിയ കരങ്ങൾ ഇനിയും നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും തുടർന്നും ഞങ്ങൾക്ക് വേണം എന്ന് അവർ പറയും. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പം പരമ്പര ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന സ്നേഹിത, പെന്തക്കോസ്തിന്റെ ഇന്നത്തെ ചരിത്രം പഠിച്ചാൽ പെന്തക്കോസ്തിന്റെ പരാജയം എന്ന് പറയുന്നത്, പെന്തക്കോസ്തുകാരുടെ വലിയ പരാജയം എന്ന് പറയുന്നത്, ഇനിയിപ്പോ ക്രൈസ്തവ സഭയുടെ പരാജയം എന്ന് പറയുന്നത്, ദൈവസഭ പ്രാർത്ഥനയിൽ വിട്ടിരിക്കുന്നതിന് പകരമായി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയ സഭയ്ക്കകത്ത് പ്രസംഗിക്കാൻ തുടങ്ങി. ഇന്നത്തെ കൺവെൻഷൻ സ്റ്റേജുകളെല്ലാം രാഷ്ട്രീയമാണ് പ്രസംഗിക്കുന്നത്. ഇത്രയും കാലം സഭയ്ക്കകത്തുനിന്ന് സഭയെ മുടിച്ചു കളഞ്ഞവർ, സഭയെ നശിപ്പിച്ചവർ, സഭയുടെ ആത്മീയ വർധനവും ദൈവസഭയുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവർ, ദൈവം വിളിച്ച് വേർതിരിച്ച, ദൈവം കൃപകളും കൊടുത്ത് അഭിഷേകങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് ദൈവം നന്മകൾ കൊടുത്തു, സമ്പത്തുകൾ കൊടുത്തു, പണങ്ങൾ കൊടുത്തു, വാരിക്കൂരി ഇഷ്ടം പോലെ ഉണ്ടാക്കി. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പ്രായമായി ദൈവസഭയുടെ ഹല്ലേലൂയ സ്ഥാനത്തു നിന്നൊക്കെ ഒഴിയാൻ സ്ഥാനമാനങ്ങൾ കുറഞ്ഞു തുടങ്ങിയപ്പോൾ ഇപ്പം ചിലരുടെ കൂടി ഒരു വലിയൊരു ആഗ്രഹം, അങ്ങ് സഹോദരൻ പഞ്ചായത്തിൽ പഞ്ചായത്തിൽ മത്സരിച്ച്, പഞ്ചായത്തിലോ പഞ്ചായത്തിലോ സ്തോത്രം ബ്ലോക്കിലോ താലൂക്കിലോ അല്ലെങ്കിൽ ജില്ലയിലൊക്കെ അങ്ങ് മത്സരിക്കണം. അല്ലെങ്കിൽ നിയമസഭയിലേക്ക് മത്സരിക്കും. പല ആളുകളും ഉടുപ്പ് തയ്ച്ചു മുഖ്യമന്ത്രിയാകാൻ വേണ്ടി, പെന്തക്കോസ്തിൽ ഒരുപാട് പേര് ഇപ്പം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി തുനിയിരിക്കുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുക. അതാണ് ഇന്നത്തെ സഭയുടെ പ്രസംഗം എന്ന് പറയുന്നത്.
ഇവിടുത്തെ കൺവെൻഷൻ പ്രസംഗം. അതുകൊണ്ട് തന്നെ പെന്തക്കോസ്ത് പ്രസ്ഥാനം മുടിഞ്ഞു. ഇങ്ങനെയുള്ളവർക്ക് പ്രസംഗ സ്റ്റേജ് കൊടുക്കരുത്. ഇങ്ങനെയുള്ള പ്രസംഗത്തിൽ നിങ്ങൾ പോകരുത്. ദൈവവചനം പ്രസംഗിക്കണം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ വകയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നതിനായി നിൽപ്പാൻ ശ്രമിക്കാം. തിമോഥെയോസ് 2:15 പറയുന്നത്. അല്ലാതെ ഈ പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരങ്ങളും രാഷ്ട്രീയമല്ല സഭയിൽ പ്രസംഗിക്കേണ്ടത്. രാഷ്ട്രീയം പറഞ്ഞതിന്റെ വിശ്വാസി ഉണർത്തേണ്ടത്. ദൈവസഭയ്ക്ക് ദൈവവചനം പറഞ്ഞു ഉണർത്താം. ദൈവവചനം കേൾക്കാനാണ് ജനം വരുന്നത്. ദൈവവചനം കേട്ടവരെ ആത്മാവിൽ സന്തോഷിക്കാൻ, ആത്മാവിൽ അനുഭൂതി പ്രാപിക്കാൻ, ആത്മാവിൽ അനുഗ്രഹം പ്രാപിപ്പാൻ, അവരുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് കടന്നു വരുന്ന ദൈവവചനം കേട്ടാലാണ് അവർക്ക് വിടുതലുള്ളത്. അല്ല രാഷ്ട്രീയ പ്രസംഗം കേട്ടതുകൊണ്ട് അതിനകത്ത് വലിയ പ്രയോജനമില്ല. ചിലർ ഈ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി രാഷ്ട്രീയ പ്രസംഗം എന്തോ വലിയ അധികാരത്തോടുകൂടി വലിയ ഭാവനയുടെ മുഖത്ത് നല്ല ഗൗരവത്തോടുകൂടി ചിലരൊക്കെ പ്രസംഗിക്കുന്നത് കാണാൻ കഴിയും. അതൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ ഉള്ളിക്കുന്ന രാഷ്ട്രീയ പിശാചുക്കളാണ്. രാഷ്ട്രീയ പിശാചുക്കളാണ് ഇവരെ പ്രാർത്ഥന പിന്തിരിപ്പിച്ച്. അതുകൊണ്ട് ദൈവസഭയുടെ പ്രാർത്ഥന നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുക, റോമിലെ സഭയെ നോക്കിയിട്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമെന്ന്. ഈ കാലഘട്ടം സുബോധമുള്ള വിശ്വാസികൾ ഞാൻ പറയട്ടെ, നീ രാഷ്ട്രീയത്തിന് പിന്നാലെ പോകരുത്, നീ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ഹല്ലേലൂയ. ഒരു രാഷ്ട്രീയത്തിന് പിന്നാലെ നീ പരാജയപ്പെട്ടു പോകരുത്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കൈകൾ ദൈവത്തിന് ഉയർത്തിപ്പിടിച്ച്, നമ്മുടെ കൈകളെ മലർത്തിപ്പിടിച്ച്, നമ്മൾ കൈകൾ കൂപ്പി അല്ലെങ്കിൽ മുഴങ്കാലുകൾ മടക്കി മുട്ടിന്മേൽ നിന്ന് ദൈവത്തിന് നിലവിളിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം ചില ഭക്തന്മാരെ, ചില തലമുറയെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥന കൊണ്ട് മാത്രമേ ഈ കാണുന്ന ലോകത്തിൽ നമുക്ക് ജീവിതത്തെ, ആത്മീയജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. ദൈവസഭ പരാജയപ്പെട്ടത് രാഷ്ട്രീയ പിശാചുകൾ സഭയ്ക്കകത്ത് കയറി, രാഷ്ട്രീയ പിശാചുകൾ സഭയുടെ പുൾപിറ്റുകൾക്കകത്ത് കയറി അവരവരുടെ തന്ത്രങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സഭയ്ക്കകത്ത് തന്നെ സാത്താന്റെ തന്ത്രങ്ങൾ മെനഞ്ഞു. ഇപ്പൊ എല്ലാവരും മന്ത്രിമാർ ഉടുപ്പും തയ്ച്ചു വെച്ചോണ്ട് ഒത്തിരി പാസ്റ്റർമാർ നിൽക്കുന്നത് അടുത്ത നിയമസഭയെ മന്ത്രിയാകാൻ വേണ്ടിയിട്ട്. എന്നാൽ പെന്തക്കോസ്തുകാർക്ക് വേണ്ടി വാദിക്കാൻ ഒരു മന്ത്രി വേണം, ഒരു പെന്തക്കോസ്തിലെ മന്ത്രി വേണം. അല്ലേ? എന്ത് വ്യാമോഹമല്ലേ! മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നത് പറഞ്ഞ പോലെ പലരുടെ ഉള്ളിലും ഇപ്പം മന്ത്രിമോഹം ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതാണ് സ്പർജൻ എന്ന ഭക്തൻ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥനയിൽ ശക്തരാകാനാണ് പറയുന്നത്. കഴിഞ്ഞ കാലത്തിൽ ഭക്തന്മാർ നമുക്ക് മുമ്പേ കടന്നുപോയ ഭക്തന്മാരൊക്കെ പറഞ്ഞത്, സ്പർജൻ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, നിങ്ങൾ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം എന്നൊക്കെയാണ്. അതുകൊണ്ട് സ്പർജൻ പറയാണ്, പ്രാർത്ഥന എന്നത് സർവശക്തന്റെ അല്ലിയ സ്തോത്രം ദർശനത്തോടു കൂടെ നമ്മെ ചേർക്കുന്നതാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് സർവശക്തന്റെ ദർശനത്തോടുകൂടി, നമ്മുടെ കർത്താവിന്റെ ദർശനത്തോടുകൂടി നമ്മെ ചേർത്ത് പിടിപ്പിക്കുന്നതാണ്. മാത്രമല്ല സ്വർഗത്തെ ചലിപ്പിക്കുന്നതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. സ്വർഗത്തെ ചലിപ്പിച്ചെങ്കിൽ മാത്രമേ ഭൂമി ദൈവസഭയ്ക്ക് ഉറപ്പുള്ളൂ. സ്വർഗത്തെ ചലിപ്പിക്കുന്ന ദൈവിക ദർശനങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് സ്വർഗം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്നത്. രക്തം ചെയ്യും. ഹല്ലേലൂയ. അല്ലാതെ ഈ രാഷ്ട്രീയം പറഞ്ഞത് കൊണ്ടൊന്നും സഭയ്ക്കകത്ത് ഒരു ഉണർവ് ഉണ്ടാകത്തില്ല. സഭയ്ക്കകത്ത് വിവിധ രോഗങ്ങളാൽ കടന്നു വരുന്നവരാണ്. ശിരസ്സോട്ട് ഉള്ളംകാലം വരെ വിവിധ മാരകമായ രോഗങ്ങളാൽ ഭാരപ്പെട്ട് മനസ്സ് തകർന്ന് ഹൃദയം കലങ്ങി ജീവിതം തന്നെ തകർന്ന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവർ, പലവിധമായ ശാപത്തിനും പാപത്തിനും രോഗത്തിനും ദുരാത്മാ സേവകൾക്കും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന, ആ ബന്ധനത്തിൽ അമർന്ന് കിടക്കുന്ന അനവധി ആളുകളെ വിടിവിക്കുവാൻ നമ്മൾ നിയമസഭയിൽ ചെന്നാൽ പറ്റുമോ? അല്ലേ? ശരിയാ. നിങ്ങളൊന്ന് പറയാം, ഇങ്ങനെയുള്ളവരെ വിടിവിക്കാൻ നമുക്ക് നിയമസഭയിൽ പോയിരുന്ന അവിടെ നമ്മുടെ ഈ ഇന്നത്തെ വലിയ ആൾക്കാരെ കടന്ന് തുള്ളിച്ചാർന്നല്ല, അവിടെ പോയി നമ്മുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ രോഗികൾക്ക് സൗഖ്യം പ്രാപിക്കുക. അങ്ങനെ കിട്ടും. അതിനെക്കുറിച്ച് പ്രസംഗിക്കുവാനല്ല ദൈവദാസിയെ നിന്നെ ദൈവം വിളിച്ചത്, ദൈവവചനം പ്രസംഗിക്കാനാണ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ ചലിപ്പിക്കുന്ന, സ്വർഗത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ എന്ത് പറയുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഘടകമായി മാറണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവവചനം വായിക്കും. പ്രാർത്ഥന നേരങ്ങളിൽ നാം കർത്താവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവന്റെ സ്നേഹമായ മുഖത്തെ നോക്കി നമ്മൾ സന്തോഷിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ മുഖത്തോട്ട് നോക്കി ആ സ്നേഹാദരവോടുകൂടി നമ്മെ നോക്കി കാണുന്ന, നമ്മുടെ പ്രാർത്ഥനയെ ശ്രവിക്കുന്ന, നമ്മുടെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്ന കർത്താവിന്റെ മുഖത്തെ നമ്മുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പാപങ്ങൾ, ശാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങളൊക്കെ അഴിയാൻ കാരണമാകും. ഹല്ലേലൂയ. കർത്താവിന്റെ മുഖം അന്വേഷിക്കണം.
ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് എന്റെ മുഖം അന്വേഷിപ്പിക്കുന്ന വേദപുസ്തകം പറയുന്നത് നിയമസഭയിൽ പോയിട്ട് അവിടത്തെ അമ്മയിലൊരു കുപ്പായ വിടാനല്ല പറഞ്ഞത്. അല്ലെങ്കിൽ എന്റെ മുഖം അന്വേഷിക്കുന്നു. നീ രാഷ്ട്രീയം കളിച്ച് രാഷ്ട്രീയ സഭയെ പ്രസംഗിച്ച് വിശ്വാസികളെയും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നിന്റെ സ്ഥാനം സ്വർഗത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാൽ എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല. കാരണം ഞാനൊക്കെ ഒരു നല്ലൊരു കാലഘട്ടം മുഴുവൻ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് നിത്യജീവനെ തരാമെന്ന് ആരും പറഞ്ഞില്ല. എന്നാൽ രാഷ്ട്രീയം വിട്ടുകഴിഞ്ഞപ്പോഴാണ് നിത്യജീവനെ തരുന്നത് കർത്താവ് യേശുക്രിസ്തുവാണെന്നതും നിയമസഭയിലേക്കല്ല നമ്മൾ പോകേണ്ടത്, ഇനി ജില്ലാ പഞ്ചായത്തിലേക്കല്ല, ബ്ലോക്ക് പഞ്ചായത്തിലേക്കല്ല പോകേണ്ടത്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കോ കോർപ്പറേഷനിലേക്കോ പഞ്ചായത്തിലേക്കോ അല്ല നമ്മൾ തെരഞ്ഞെടുക്കപ്പെടേണ്ടത്. നമ്മൾ തെരഞ്ഞെടുക്കപ്പെടേണ്ടത് ദൈവരാജ്യത്തിലേക്കാണെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നു, വിളിക്കപ്പെട്ടവർ അനേകരുണ്ടെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. അനവധി എല്ലാവരും ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്, പക്ഷേ വിളിച്ചിട്ടുണ്ട്, പക്ഷെ അതിൽ ദൈവരാജ്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കും. അല്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യത്തെ കുറിച്ചാണ് പ്രസംഗിക്കുവാനുള്ളത്. കാരണം ഭൂമിയിൽ ഒരു മനുഷ്യന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത അതിശക്തമായ, അതിമനോഹരമായ, അതിശ്രേഷ്ഠമായ കാര്യങ്ങളെ ദൈവരാജ്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അത് നമ്മുടെ മുമ്പിൽ കൂടിയിരിക്കുന്ന സദസ്സിനോട് വിളിച്ചു പറയേണ്ട ഒരു ദൈവഭക്തിന്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. അത് വിളിച്ചു പറയണമെങ്കിൽ പ്രാർത്ഥന വേണം. പ്രാർത്ഥനയില്ലാതെ ഹല്ലേലൂയ, പ്രാർത്ഥന എന്ന മൂടുപടം അണിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ ഒന്നും കിട്ടത്തില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. പ്രസംഗിക്കണമെങ്കിൽ ഹല്ലേലൂയ പ്രാർത്ഥന ആവശ്യം. അല്ലെങ്കിൽ രാഷ്ട്രീയം പ്രസംഗിച്ചിട്ട് നമ്മൾ ഇറങ്ങിപ്പോകും, രക്തം ചെയ്യും. ഹല്ലേലൂയ. സ്പർശം പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരാനാണ്. അപ്പൊ നമ്മൾ കർത്താവിന്റെ മുഖത്തെ കാണുവാൻ കഴിയണം. മാത്രമല്ല നാം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകർന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളെ പകർന്നിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പോൾ അവന്റെ ഹൃദയവും നമ്മുടെ ഹൃദയവും ഒന്നായി ചേരുന്നു. നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് പകരുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ഹൃദയം നമ്മളോട് ഹൃദയവുമായി ഒന്നിച്ച് ചേരുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ആത്മജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇന്ന് നിനക്കൊരു അനുഗ്രഹം പ്രാപിക്കാൻ, ഒരു ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ ഇന്ന് നീ ഭാരപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ സഹോദര, ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നത് നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങുക. ലോകത്തിന്റെ വെറുക്കൂത്തുകൾ വിട്ട് ലോകത്തിന്റെ വെറുക്കൂത്തിലേക്ക് പോകുന്ന എല്ലാ ചിന്താഗതികളും നീ മാറ്റിവെച്ചിട്ട് നിന്റെ ജീവിതത്തെ നീ ആത്മീയമായി പണിതുയർത്തണം. അതിന് നിനക്ക് പ്രാർത്ഥനയാണ് ആവശ്യം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവവചനം പറയുന്നതാണ് നാം ദൈവത്തോട് ചേർന്ന്. അപ്പോൾ കർത്താവിന്റെ മനോഹരമായ ആ അനുഭവത്തെ നമുക്ക് സാമീപ്യത്തെ അനുഭവിക്കാൻ കഴിയും. ദൈവസാന്നിധ്യം, ആ സാമീപ്യമൊക്കെ അനുഭവിക്കണമെങ്കിൽ പ്രാർത്ഥന. നിങ്ങളെല്ലാം ഓരോരോ പ്രശ്നത്തെ കഴിഞ്ഞു പോകുന്നവരാ, നിങ്ങളെല്ലാം ഓരോരോ പ്രതിസന്ധികളെ നേരിടുന്നവരാ. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രശ്നം എനിക്കുമുണ്ട്. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ സാമീപ്യം അനുഭവിക്കണം. അതനുഭവിക്കണമെങ്കിൽ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത്. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവി, നീ ഭൂമി വഞ്ചിക്കപ്പെട്ടു പോകരുത്, ചതിക്കപ്പെട്ടു പോകരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നാണ് ഗുരുതിലേഖനം വായിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സഭയ്ക്കകത്ത് രാഷ്ട്രീയം പ്രസംഗിക്കരുത്, പൊതു മീറ്റിങ്ങളിൽ രാഷ്ട്രീയം പ്രസംഗിക്കരുത്. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രം നിന്നെ കൊണ്ടുവന്നിട്ട് നിന്നെ കണ്ട് രാഷ്ട്രീയം പ്രസംഗിപ്പിക്കുന്നുണ്ടെങ്കിൽ, നീ രാഷ്ട്രീയം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മേലുള്ള ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. രാഷ്ട്രീയം പ്രസംഗിക്കാൻ വേണ്ടി അപ്പോസ്തലന്മാർ തങ്ങൾ സമയം ചെലവഴിച്ചിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തിയിലെങ്ങും രാഷ്ട്രീയം പ്രസംഗിച്ചതായിട്ടും പൗലോസിന്റെ 14 ലേഖനങ്ങൾ നോക്കിയാൽ അതിനകത്ത് പൗലോസിന് രാഷ്ട്രീയം പ്രസംഗിച്ചതായിട്ട്, ഇനി പത്രോസിനെ നോക്കിയാലും യോഹന്നാനെ നോക്കിയാലും യൂദയൊക്കെ നോക്കിയാലും അവർ രാഷ്ട്രീയം പ്രസംഗിച്ചതായിട്ട് ലേഖനങ്ങളിലോ അല്ലെങ്കിൽ ആ ചരിത്ര പുസ്തകം വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിലോ പ്രവചന പുസ്തകം വായിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലോ കാണുവാനില്ല. ഹല്ലേലൂയ. അവരെല്ലാം പ്രസംഗിച്ചത് ദൈവവചനം. അവരുടെ ശുശ്രൂഷയ്ക്കകത്തും വിടുതലുണ്ടായെന്ന് കാണാം. അവരെല്ലാം ദൈവത്തിനെ മുഴങ്കാലും മടക്കി കൈമലർത്തി ആ കൈകളെ വിശുദ്ധാന്തർ മന്ദിരത്തിലേക്ക് ഉയർത്തി മുഴങ്കാലും മടക്കി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചവരാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ആദു നിമിത്തം ഹല്ലേലൂയ. എഫെസ്യലേഖനം 3-10 താഴോട്ട് വായിക്കണം. അത് നിമിത്തം സ്വർഗത്തിനും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും വേറൊരുവാൻ കാരണമായി തീർന്ന പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു.
അതിനകത്ത് രാഷ്ട്രീയമില്ല, അതിനകത്ത് സംഘടനയില്ല, അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല, ജാതീയ ചിന്താഗതികളൊന്നുമില്ല. എല്ലാവരും മുട്ടുമടക്കി എല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് നമുക്കൊരു ആഹ്വാനം നൽകിയ രക്തം ചെയ്യും. അവിടെ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നാം ദൈവവചനം വായിക്കുമ്പോൾ ശലോമോൻ രാജാവ് അഭിഷേകം ചെയ്യപ്പെട്ട് ദൈവത്തിനായി ദൈവാലയം പണിതപ്പോൾ ശലോമോൻ ഈ പ്രാർത്ഥനയും യാചനകളും എല്ലാം കഴിച്ച് തീർന്ന ശേഷം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ആമി മുഴങ്കാൽ കുത്തിയിരുന്നതും അല്ലെങ്കിൽ കൈ ആകാശത്തേക്ക് മലർത്തിയതും വിട്ട് എഴുന്നേറ്റ് വന്നാണ്. ഈ ശലോമോന്റെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് വളരെ ശക്തമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് ദൈവത്തിന്റെ ഭാഗം വായിക്കാം. അല്ലെങ്കിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം, 1 രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ 6-ാം അധ്യായം അതിന്റെ 54-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം, 54-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാൽ മതി, വായിച്ചാൽ അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ, 6-ാം അധ്യായം, ഹല്ലേലൂയ 8-ാം അധ്യായം, ഹല്ലേലൂയ 8-ാം അധ്യായം 54-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥനയിൽ വിറ്റിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം എന്നൊക്കെ പറയുന്നത്. ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ദിനവൃത്താന്ത പുസ്തകം, ഹല്ലേലൂയ 6-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അനന്തരം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിന്റെ സർവ്വസഭയുടെയും സമക്ഷത്ത് നിന്നുകൊണ്ട് കൈ മലർത്തി ശലോമോൻ കൈ മലർത്തി എന്നാണ്. ഹല്ലേലൂയ. അപ്പൊ നാം ദൈവത്തിനെ കടന്നു വരുമ്പോൾ കൈ മലർത്തി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, കൈമലർത്തി പ്രാർത്ഥിക്കുക. ആകാശത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൈമലർത്തി പ്രാർത്ഥിക്കണം. മുഴങ്കാലിന്മേൽ നിൽക്കുന്നത് ദൈവത്തിന്റെ, ഹല്ലേലൂയ, അതോ കർത്താവിന് മുമ്പിൽ തന്നെ നമ്മളെ തന്നെ താഴ്ത്തുന്നതിന് തുല്യമാണ്. നമ്മൾ മുഴങ്കാലും മുടക്കുക, മുട്ടിമേലത്തെ പ്രാർത്ഥിക്കുന്നതൊക്കെ പറയുന്നത് നമ്മളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുന്നതാണ് ആ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത് നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം, രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം, ഹല്ലേലൂയ, വായിക്കും 8-ാം അധ്യായം. ഞാൻ ഒന്നുകൂടെ വായിക്കാം. 8-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 54-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ശലോമോൻ യഹോവയോട് ഈ പ്രാർത്ഥനയും യാചനയും എല്ലാം കഴിച്ചു തീർന്ന ശേഷം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ മുഴങ്കാൽ കുത്തിയിരുന്നതും കൈ ആകാശത്തേക്ക് മലർത്തിയിരുന്നതും വിട്ട് എഴുന്നേറ്റു എന്നുള്ളതാണ്. അപ്പൊ പഴയ നിയമ ഭക്തന്മാരെല്ലാം ദൈവത്തിന് മുഴങ്കാലും മുടക്കി പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവരുടെ ഹൃദയത്തിൽ മറ്റു ചിന്തകളൊന്നുമില്ലായിരുന്നു. അവരെ ഏൽപ്പിച്ചിരുന്ന കാര്യങ്ങൾ അവരത് കൃത്യമായി ചെയ്യുക. എന്നെ കേൾക്കുന്ന പ്രശ്നികത, ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ സഭയുടെ നേതാക്കന്മാരെ നോക്കി നിങ്ങൾ പോയാൽ, സഭയുടെ ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്നത് നോക്കിപ്പോയാൽ ഒരുപക്ഷെ അവർക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന തരത്തിൽ, കാരണം അവരുടെ ഉള്ളിൽ രാഷ്ട്രീയം കയറി കഴിഞ്ഞു. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാർ അവിടെ എവിടെയൊക്കെ ഉണ്ട്. സാധാരണ മെച്ചപ്പെട്ട ഒരുപാട് ദൈവദാസന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കാരണം അന്നന്നത്തെ ഉപജീവന മാർഗത്തിന് വേണ്ടി നിൽക്കുന്ന, പേരും പ്രശസ്തിയൊന്നും ഇല്ലാത്ത, ഫ്ലെക്സിലൊന്നും പേര് വരാത്ത, ഫ്ലെക്സിലൊന്നും പടപിടിച്ചു വെക്കാത്ത, ആരും അറിയാത്ത കുന്നും മലയും കയറി ഇറങ്ങി വ്യാപരിക്കുക, വെയിലും മഴയും കൊണ്ട് വസ്ത്രമില്ലാതെ, നല്ല ചെരുപ്പുകളില്ലാതെ കുഞ്ഞുങ്ങളെ അനുദിനം പോറ്റി വളർത്താൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് തന്റെ വിശ്വാസികൾക്ക് വേണ്ടി കരയുന്ന, ദേശത്തിന് വേണ്ടി കരയുന്ന, രാജ്യത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി കരയുന്ന ഒരു പെന്തക്കോസിന്റെ ഉണർവിനായി, പെന്തക്കോസിന്റെ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭൂതി സാധാരണക്കാരായിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ഹല്ലേലൂയ. അവരും മാത്രമേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളൂ. അല്ലാതെ തലപ്പത്തിരിക്കുന്നവരാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയിട്ടൊന്നും കാര്യമില്ല. ശ്രോത, ഉള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. നിങ്ങൾക്ക് പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥനയില്ല. പ്രാർത്ഥനയുണ്ടായതെങ്കിൽ ദൈവതലത്തിന്റെ മർമ്മങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടിയേനെ. ഹല്ലേലൂയ. അപ്പൊ ഇവരൊക്കെ ദൈവത്തിനെ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് തെളിവ്. ഹല്ലേലൂയ. അപ്പം ദൈവം ശലോമോന്റെ അങ്ങനെയുള്ള പ്രാർത്ഥനയെ ബഹുമാനിച്ചു എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഹല്ലേലൂയ 2 ദിനവൃത്താന്ത പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യമായി ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് തീയിറങ്ങി, ഹല്ലേലൂയ, ഹോമയാകും ദഹിപ്പിച്ച് യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു എന്ന് വായിക്കുന്നത്
കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഈ പ്രാർത്ഥനയുടെ വ്യത്യസ്ത ഭാവങ്ങളെക്കുറിച്ചും വ്യത്യസ്ത ചിന്തകളെക്കുറിച്ചും വേദപുസ്തകത്തിൽ ദൈവഭാന്താസമ പ്രാർത്ഥിച്ച ചില ചിന്തകളെക്കുറിച്ച് ഈ ദൈവത്തിന്റെ വചനം ആവർത്തിച്ചതുകൊണ്ട് സംസാരിക്കുന്നതിന്റെ കാരണം ഇത് പ്രതിസന്ധികളുടെ കാലഘട്ടമാണ്. ഇത് പ്രശ്നങ്ങളുടെ കാലഘട്ടമാണ്. നാം പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ദൈവത്തോട് നമ്മുടെ സങ്കടങ്ങളെ പങ്കുവെക്കണം. ഹല്ലേലൂയ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലയിൽ അക്രമങ്ങൾ പെരുകുന്നു, അരാജകത്വങ്ങൾ പെരുകുന്നു. മനുഷ്യൻ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വന്ന് മൃഗത്തിന് സമാനമായി മൃഗതുല്യനായി ആര് ഏത് സമയത്തും എവിടെ വെച്ചും തകർക്കാൻ ഹല്ലേലൂയ രക്തദാഹത്തോടു കൂടി നടക്കുന്നവരാ മനുഷ്യൻ. അതിന്റെ തലയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയാണ് എല്ലാത്തിനും ആധാരം. അപ്പൊ ശലോമോന്റെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് അത് ദൈവികമായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, ദൈവികമായിരുന്നു. ഒരു രാജാവൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ചിന്തിച്ചു നോക്കി. ഇസ്രായേലിന്റെ മധുര ഗായകനായിരുന്ന ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ മറുപടി കണ്ടു. തനിക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ ആ ഭക്തൻ മനസ്സിലാക്കിയത് ദൈവത്തിന് വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും രാവിലെയും പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു. വൈകുന്നേരത്തും ഉച്ചയ്ക്കും രാവിലെയും പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു ഭക്തന്റെ ചിന്താഗതി. ഈ കാലഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. രക്തം ചെയ്യും. നിന്റെ കുടുംബത്തിന്റെ അരാജകത്വം മാറുവാൻ, നിന്റെ ദേശത്തിന്റെ പൂരികൾ നിന്റെ കുടുംബത്തിൽ മാറുവാൻ, നിന്റെ തലമുറയെ തകർക്കുന്ന, നിന്റെ കുടുംബത്തെ തകർക്കുന്ന, നിന്റെ സമാധാനം കെടുത്തിക്കളയുന്ന അനുഭവത്തിൽ നിന്റെ കുടുംബം കരകയറണമെങ്കിൽ നീ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇന്നും നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീരല്ലേ? ഇന്നും നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളല്ലേ? എന്നും അനർത്ഥങ്ങൾ നിന്റെ കുടുംബത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് നിന്റെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ മാറാത്തത്? ഹല്ലേലൂയ. പ്രാർത്ഥന കുറഞ്ഞുപോയി. ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥനയില്ല. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് വിശുദ്ധിയൂടെ നഷ്ടപ്പെടുന്ന നിലയിലുള്ള പ്രവർത്തികളാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അനർത്ഥങ്ങൾ നിന്റെ കുടുംബത്തെ വിട്ടുമാറും. അനർത്ഥം വ്യസനത്തിന് കാരണമായി തീരാതെ യെബേസ് പ്രാർത്ഥിച്ചതുപോലെ നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും നിന്റെ സഹോദരങ്ങളിലും ബന്ധുമിത്രാദിലും മക്കളിലും നിന്റെ ഭർത്താവിലും ഭാര്യയിലും നിന്റെ മാതാപിതാക്കളിലും ഹല്ലേലൂയ ഒരു വിശാലത വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 4-ാം സംഗീതത്തിൽ 1-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ എന്താണ് ഇത്? 4-ാം സംഗീതം 1-ാം വാക്യം എന്നാണ്, എന്റെ നീതിയായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരണമേ. ഹല്ലേലൂയ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഹല്ലേലൂയ. അതെ, നമ്മുടെ ഞെരുക്കങ്ങളെ മാറ്റുവാൻ, നമ്മുടെ പ്രതിസന്ധികളെ മാറ്റുവാൻ, നമ്മുടെ ഇടുക്കങ്ങളെ മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിന് നീതിമാനായിരുന്ന, നീതിയോടുകൂടി നിലവിളിക്കുമ്പോൾ നീതി നടത്തുന്ന, നീതി പ്രവർത്തി നടത്തുന്ന നീതിനായ കോടതിയിലെ ന്യായാധിപൻ എന്ന് പറഞ്ഞ പോലെ സ്വർഗീയ നീതിനായ കോടതിയുടെ ജഡ്ജി ആയിരിക്കുന്ന നമ്മുടെ സർവശക്തനായ ന്യായാധിപനായിരിക്കുന്ന ദൈവം നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രശ്നങ്ങളെ കണ്ട് നീ ഭയം തോടരുത്. പ്രശ്നങ്ങളെ കണ്ട് നീ മനസ്സുമെടുത്ത് പോകരുത്. പ്രശ്നം കണ്ടുകൊണ്ട് നീ നിലവിളിക്കരുത്. പ്രശ്നങ്ങളെ നടുവിൽ നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിന്റെ മുഴങ്കാലും അടക്കണം. നമ്മൾ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥനയിലേക്ക് വരണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ദൈവം പ്രാർത്ഥിക്കുന്നവരെയാണ് അനുഗ്രഹിക്കാൻ പോകുന്നത്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെയാണ് അനുഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്കകത്താണ് ദൈവം ഉണർവഹിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലൊരാൾ നിങ്ങളായി മാറട്ടെ. പ്രാർത്ഥനയ്ക്കായി ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി നിങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ. അത് നിങ്ങളുടെ മക്കളായി മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിന്റെ തലമുറയെ നീ പഠിപ്പിക്കേണ്ടത് പ്രാർത്ഥിക്കുവാനാണ് പഠിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. അവനെ യാതൊരുവിധം പൊട്ടച്ചൊല്ലും കളിവാക്കും ഒക്കെ പറഞ്ഞ് ഹല്ലേലൂയ തമാശകളൊക്കെ പറഞ്ഞ് നിന്റെ കുടുംബത്തിനകത്ത് പോലും അരാജകത്വം കൊണ്ടുവരാതെ ചെറുപ്രായത്തിൽ തന്നെ മക്കളെ മുട്ടിന്മേലിരുത്തി പ്രാർത്ഥിക്കുവാൻ, മുഴങ്കാലിന്മേലിരുത്തി പ്രാർത്ഥിക്കുവാൻ അവരെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. അങ്ങനെ അവർ പ്രാർത്ഥനയിൽ വളർന്നു വന്നാൽ അവർ വളരും തോറും ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വന്നുകൊണ്ടേയിരിക്കും. ദൈവരെയൊക്കെ ശക്തമായിട്ട് ഉപയോഗിക്കും. ഇന്നത്തെ തലമുറയെ ദൈവം ഉപയോഗിക്കുന്നുണ്ടോ?
ഇല്ല. എന്തുകൊണ്ട്? പ്രാർത്ഥന കുടുംബത്തിൽ നഷ്ടപ്പെട്ടു, സഭയിൽ നഷ്ടപ്പെട്ടു, വ്യക്തിപരമായ പ്രാർത്ഥന വരെ നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. അതെന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരണം. അപ്പൊ ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ എന്താണ്? പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് തീയിറങ്ങി ഹോമയാകും കണ്ണിയാകും അമ്മ ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. അല്ലേ? ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് പുരോഹിതന്മാർക്ക് ആലയത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അതിന് നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം. അതിന് നിങ്ങൾ എങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരിക്കൽ കണ്ട കാര്യമാണ്. ഒരിക്കൽ പല പ്രാവശ്യം ഞങ്ങൾ പണ്ട് ടീമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും പോകുമായിരുന്നു. അപ്പോൾ ഭയങ്കര കോടമഞ്ഞുകൾ കൊണ്ട് അറിയപ്പെട്ട വാഗമൺ അല്ലെങ്കിൽ മൂന്നാർ പ്രദേശങ്ങളൊക്കെ, ഈ വയനാടിന്റെ ചില പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ രാത്രി കാലങ്ങളിൽ വണ്ടികൾക്ക് റോഡിലൂടെ കടന്നു പോകാൻ കഴിയാത്ത അതിഘോരമായ മൂടൽ മഞ്ഞ്, അല്ലെ കോടമഞ്ഞുകൾ, ലൈറ്റിന്റെ പ്രകാശത്തിന് പോലും മുമ്പോട്ട് കടന്നുപോയി റോഡിനെ കാണിച്ചു തരാൻ കഴിയാത്ത വിധത്തിൽ കോടമഞ്ഞു കൊണ്ട് നിറയപ്പെട്ട ചില രാത്രികളിൽ യാത്ര ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. ലേരിയ കോടമഞ്ഞ് ഉടനെ മുമ്പോട്ട് കടക്കാൻ പറ്റത്തില്ല. ലേരിയ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അത്രമാത്രം കോടമഞ്ഞുകൾ നിറഞ്ഞു നിൽക്കുക. ആ കാലഘട്ടത്തിൽ ഈ കോടമഞ്ഞിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ വണ്ടികൾക്ക് മുമ്പിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, വണ്ടികളുടെ മുമ്പിലൊക്കെ നല്ല മഞ്ഞ ലൈറ്റ് അല്ലുരിയെ പിടിപ്പിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ ലൈറ്റ് നല്ല അങ്ങ് പ്രകാശത്തിൽ ഈ കോടമഞ്ഞ് മുറിച്ചാൻ കൂടി ചെല്ലും. അങ്ങനെ വണ്ടി കടന്നു. എന്നിട്ടും ചില വാഹനം ഓടിക്കാൻ കഴിയാതെ ഇതുപോലെ മഞ്ഞ് നിറഞ്ഞിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ആ യാത്രയൊക്കെ പിന്നീട് ചിന്തിച്ചപ്പോൾ ഈ വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, യഹോവയുടെ തേജസ് മുഖാന്തരം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടക്കാൻ കഴിയാത്തതുപോലെ. ഹല്ലേലൂയ. അപ്പൊ എത്രമാത്രം ദൈവസാന്നിധ്യ ആലയത്തിൽ ഇറങ്ങിത്തേക്ക്. നമുക്ക് ഈ കോടമുഞ്ഞിനെ മുറിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ട് നീക്കാൻ കഴിയാത്തതുപോലെ അതിനേക്കാൾ എത്ര ശക്തമായിരുന്നു ദൈവത്തിന്റെ ആലയത്തിലേക്ക് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്നപ്പോൾ പുരോഹിതന്മാർക്ക് കൊണ്ട് കടക്കാൻ കഴിഞ്ഞില്ല. പ്രാർത്ഥിക്കുന്ന സഭയ്ക്കകത്ത് ദൈവ തേജസ് ഇറങ്ങുവന്ന്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന സഭയ്ക്കകത്താൽ മാത്രമേ ദൈവത്തിന്റെ സാമീപ്യം വെളിപ്പെടുത്തുള്ളൂ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ സഭയുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ട്. അങ്ങനെയുള്ളൊരു സഭകൾ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ തേജസ് ഇറങ്ങി വന്ന പുരോഹിതന്മാർക്ക് ആലയത്തിലേക്ക് കടപ്പാൻ കഴിയാത്ത വിധത്തിൽ തേജസ്സാൽ നിറയപ്പെട്ടു നിൽക്കുന്ന ഏതെങ്കിലും സഭകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താടി ഒരു കമന്റ് ഇടുന്നത് നല്ലതാകട്ടോ. എനിക്ക് ആ സഭയെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആ സഭയിലേക്ക് കടന്നുപോയി പ്രാർത്ഥിക്കണമെന്നൊരു ആഗ്രഹവും. ഒത്തിരി സഭകളിൽ കടന്നു പോയിട്ടുണ്ട്, പക്ഷേ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇനി നിങ്ങളുടെ ശ്രദ്ധയിലെങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയുക, രക്തം ചെയ്യും, ഫ്രീസണം. എന്തുകൊണ്ടാണ് നമ്മുടെ സഭയ്ക്കകത്ത് യഹോവയുടെ തേജസ് നിറയാതിരിക്കുന്നത്? ഞാൻ ആദ്യം പറഞ്ഞതാണ് എന്റെ കാരണം. പ്രാരംഭത്തിൽ ഈ മെസ്സേജ് തുടങ്ങിയപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് നിറയുവാൻ കഴിയാതെ വന്നത് നമ്മുടെ കൺവെൻഷൻ പ്രസംഗങ്ങളിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ ദൈവ തേജസ് ഇറങ്ങാത്തതിന്റെ കാരണം സഭയിൽ ഇന്ന് ദൈവം വചനം നല്ല പ്രസംഗിക്കുന്നത് എല്ലാവരും രാഷ്ട്രീയമാണ്. അവർക്ക് ഇനിയിപ്പം മന്ത്രിമാരാകണം, MLA-മാരാകണം, MP-മാരാകണം, കൗൺസിലർമാരാകണം. അതാണ് അവരുടെ ചിന്ത. അവിടെ എന്ത് ചെയ്യും? ദൈവ തേജസ് ഇറങ്ങത്തില്ല. വീണ്ടും ദൈവത്തിന്റെ വചനത്തേക്ക് വായിക്കുമ്പോൾ, ആകിയാൽ ദാവീദ് പ്രാർത്ഥിക്കുവാനായി തന്റെ അല്ലെങ്കിൽ ദേശത്തെ മക്കളോട് വരുവിൻ, നാം വണങ്ങി യഹോവയ്ക്ക് നമസ്കരിക്കാം. ദാവീദ് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ ദാവീദ് ഒരു ആഹ്വാനം കൊടുത്തു, വരുവിൻ, ഇപ്പം നാം വണങ്ങി യഹോവയെ നമസ്കരിക്കാം. ഹല്ലേലൂയ. അത് 95 സംഗീതം 6-ാം വാക്യം എന്താണ് പറയുന്നത്? ഞാൻ വായിക്കും. 95-ാം സംഗീതം 6-ാം വാക്യം. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച് യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ഹല്ലേലൂയ. ഇങ്ങനെ ഇടയന്മാർ ദൈവമക്കളെ വിളിക്കുന്നത് നിങ്ങൾ കേൾക്കാറുണ്ട്. വരുവിൻ, നാം വരുവിൻ, വലിയ സ്തോത്രം, വലിയ വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച് യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക എന്ന് പറഞ്ഞ് ദാവീദ് ജനങ്ങളോട്, തന്റെ ദേശവാസികളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മളാണ് ഭയങ്കര യോഗ സംഘടിപ്പിക്കും, ഭയങ്കര യോഗമൊക്കെ വിളിച്ചു കൂട്ടും. ഹല്ലേലൂയ. വലിയ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ ചെയ്യാൻ ഭയങ്കര ബിരുദന്മാരാണ്. മറ്റു പോക്കറ്റിൽ കിടക്കുന്ന പൈസ എങ്ങനെയും നമ്മുടെ കൈ കൊണ്ടുവന്നിട്ട് നമ്മൾ മീറ്റിങ്ങുകളൊക്കെ നടത്തും. പക്ഷേ
അതിനകത്ത് പ്രാർത്ഥനയില്ല. ഹല്ലേലൂയ. ദാവീദ് ചെയ്തതോ, വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച് യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ഹല്ലേലൂയ. ഭക്തനറിയാം ഞാൻ ദേശത്തിന്റെ വിടുതൽ പ്രാർത്ഥനയിലാണെന്ന് ദാവീദിന് മനസ്സിലായി. പക്ഷെ ഇന്നത്തെ സഭയ്ക്ക് മനസ്സിലായിട്ടില്ല, ഇന്നത്തെ ഇടയന്മാർക്ക് മനസ്സിലാകത്തില്ല. ഇനി എന്നവർക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, അങ്ങ് നിയമസഭയിലേക്ക് പോകാനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിമാരുടെ ഉടുപ്പ് തയ്ച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് തീയിലെറിഞ്ഞു കളഞ്ഞിട്ട് ലേലിയ നീ ദൈവസഭയുടെ കുപ്പായം ധരിക്കുക, അല്ലെങ്കിൽ തേജസ്സിന്റെ വസ്ത്രം ധരിക്കുക, രക്ഷയുടെ വസ്ത്രം ധരിക്കുക, രക്ഷയുടെ തേജസ്സിന്റെ ദൈവസമാമേലിയ ഉത്സവവസ്ത്രം ധരിച്ചുകൊണ്ട് നീ ദൈവവചനം പ്രസംഗിക്കുക. അല്ലേലിയ. ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി, രാഷ്ട്രങ്ങളുടെ വിടുതലിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ തമ്മിൽ അടിച്ചു മരിക്കുമ്പോൾ, കത്തിക്കുത്ത് നടത്തുമ്പോൾ, കൊലപാതകം നടക്കുമ്പോൾ, ആക്രമങ്ങളും അരാജകത്വങ്ങളും പീഡനങ്ങളും ബലാത്സംഗങ്ങൾ അടക്കമുള്ള മൃഗീയമായ നരവേട്ടകൾ നല്ല നടക്കുമ്പോൾ നിങ്ങൾ ആ രക്ഷയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട്, തേജസ്സിന്റെ ഉത്സവവസ്ത്രം ധരിച്ചുകൊണ്ട് ദാവീദിനെ പോലെ നിങ്ങൾ മുന്നോട്ട് വന്നിട്ട് പറയാം, വരുവിൻ നാം വണങ്ങി നമസ്കരിക്കണം. എന്തിന്? നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുന്നിൽ മുട്ടുകുത്തണം. ദേശവാസികൾ, സഭ, സമൂഹം ഒന്നിച്ചൊരുങ്ങട്ടെ. വിടുതൽ ദൈവം നമ്മുടെ കരങ്ങളിൽ തരും. ഹല്ലേലൂയ. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്. അപ്പൊ സാഷ്ടാംഗ പ്രണാമം എന്നാണ്. ഹല്ലേലൂയ. ഈ 95-ാം സങ്കീർത്തനം 6-ാം വാക്യം വായിച്ച കാണാൻ കഴിയും. എന്നിട്ട് ചരിത്രം വായിക്കുമ്പോൾ വാക്യമാർ ദൈവസനിൽ വണങ്ങി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ 8 അവയവങ്ങളും നിലത്ത് മുട്ടിച്ച് നമസ്കരിക്കുന്നതിനെയാണ് സാഷ്ടാംഗ പ്രണാമം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ 8 അവയവങ്ങളും ഒന്നിച്ച് ദൈവസനയിൽ മുട്ടിച്ച് പ്രാർത്ഥിക്കുന്നതിന് സാഷ്ടാംഗ പ്രണാമം എന്ന് പറയും. ഈ 8 അവയവങ്ങൾ ഏതാണെന്നുള്ളതാണ്. ഹല്ലേലൂയ. 8 അവയവങ്ങൾ എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മുടെ 2 കൈകൾ, 2 കാലുകൾ, 2 തോളുകൾ, ഹല്ലേലൂയ നമ്മുടെ നെറ്റി, ഹല്ലേലൂയ നമ്മുടെ നെഞ്ച്, നെറ്റി, നമ്മുടെ 2 കൈകൾ, 2 കാലുകൾ, 2 തോളുകൾ, ഹല്ലേലൂയ നമ്മുടെ നെഞ്ച്, നമ്മുടെ നെറ്റി, അങ്ങനെ 8 അവയവങ്ങളെ നിലത്ത് മുട്ടിച്ച് സാഷ്ടാംഗ പ്രണാമം നടത്തി, സാഷ്ടാംഗം വീണ് നമ്മെ നിർമ്മിച്ച് യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാനാണ് ദാവീദ് പറഞ്ഞത്. ഹല്ലേലൂയ. ആ ഭക്തന്റെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ആടുകളാണ്. ഹല്ലേലൂയ. ആടുകളുടെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ഇടയന് പ്രസാദമാകുന്ന നിലയിൽ നാം പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, പ്രാർത്ഥനയിൽ ഉദാസീനത കാണിക്കരുത്. യഹോവയുടെ അല്ലെങ്കിൽ പ്രവർത്തികളെ ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 48:10 വായിക്കുന്നത്. ഒന്നുകൂടെ പറയട്ടെ, യഹോവയുടെ പ്രവർത്തികളെ ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ ശുശ്രൂഷയ്ക്കകത്ത്, ദൈവസഭയുടെ മീറ്റിങ്ങിനകത്ത് ഫുൾപിറ്റി കയറുന്നുകൊണ്ട്, ഇനി ദൈവസഭയുടെ ഏത് മീറ്റിങ്ങിനകത്ത് നിന്നുകൊണ്ട് ഹല്ലേലൂയ ആ ദൈവസഭയ്ക്കകത്ത് വചനം പ്രസംഗിക്കുന്നതിന് പകരമായി, സമയത്തിലും അസമയത്തിലും വചനം പ്രസംഗിക്കുന്നതിന് പകരമായി ദൈവമക്കളെ ഒരുക്കിയെടുക്കുവാൻ, ദൈവമക്കളെ ആത്മാവിൽ ഒരുക്കിയെടുക്കുവാൻ, അവരെ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ, അവരെ സമർപ്പണത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയാതെ, ഹല്ലേലൂയ നമുക്ക് കഴിയാതെ നമ്മൾ മറ്റെന്തെങ്കിലും വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ അവിടെ ദൈവാത്മാവ് പ്രവർത്തിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് പ്രാർത്ഥനയാണ് ആവശ്യം. ഹല്ലേലൂയ. ദൈവമക്കളെ ഒരുക്കിയെടുക്കണം. ഹല്ലേലൂയ. അല്ലാതെ രാഷ്ട്രീയം അല്ല പ്രസംഗിക്കേണ്ടത് കേട്ടോ. ഹല്ലേലൂയ. രാഷ്ട്രീയം പ്രസംഗിക്കുന്ന സഹോദരനെ ഇനിയെങ്കിലും നിർത്തണം. ഹല്ലേലൂയ. നമുക്ക് ദൈവോധനം പ്രസംഗിക്കാം. വേദപുസ്തകം നിറച്ച് നമ്മുടെ കൺകുളിർക്കേ, നമ്മുടെ ഹൃദയം കുളിർക്കേ. ഹല്ലേലൂയ. നമ്മൾ പ്രസംഗിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ആയുസ് മുഴുവൻ തീരുന്നവരെ വരെ പ്രസംഗിച്ചാൽ തീരാത്തതുപോലെ ദൈവത്തിന്റെ വചനമുണ്ട്. മാധുര്യമേറിയ തേനിനേക്കാൾ മധുരമുള്ള ദൈവവചനമുണ്ട്. താങ്കൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ആ ദൈവവചനത്തിന്റെ സാമീപ്യം നിങ്ങളുടെ സഭയിൽ അനുഭവിക്കണം, നിങ്ങളുടെ ദൈവമക്കൾ അനുഭവിക്കണം, നിങ്ങളുടെ ദേശവാസികൾ അനുഭവിക്കണം. ദൈവത്തിന്റെ സാമീപ്യം
അതുകൊണ്ട് ദാവീദിനെ പോലെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ജനത്തെ വിളിച്ചു കൂട്ടണം. അല്ലാതെ നമ്മൾ ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട് രാഷ്ട്രീയം പ്രസംഗിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോഴത്തെ ശുശ്രൂഷയെ കണ്ട് വളരെ ഹൃദയവേദനയാണ്. പല ദൈവദാസന്മാരും പണ്ടൊക്കെ ആളിക്കത്തി തീ ആളുന്നത് പോലെ എന്ന് പറഞ്ഞാൽ കർത്താവ് ഞാൻ ഭൂമി തീയിടാൻ വന്നിരിക്കുന്നു, ആ കർത്താവ് അല്ലെങ്കിൽ പലരുടെ ഉള്ളിൽ തീയിട്ട് അന്ന് അവർ ശക്തമായിട്ട് കർത്താവിന്റെ ആളിക്കത്തി ഇപ്പോൾ കരിന്തിരിയായി മാറി. ഇപ്പം പുകഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പ്രസംഗിക്കുക. ഹല്ലേലൂയ. പാടില്ല. ദൈവമക്കൾക്ക് രാഷ്ട്രീയം പാടില്ല. അല്ലേ? ദൈവമക്കൾക്ക് രാഷ്ട്രീയം പാടില്ല. ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കട്ടെ. സ്വർഗീയ കാര്യങ്ങളെ കുറിച്ച് വിളിച്ചു പറയണം. അല്ലെ? ദൈവരാജ്യത്തെ കുറിച്ച് വിളിച്ചു പറയണം. ദൈവത്തിന്റെ അല്ലെ സന്തോഷത്തെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച് ആ ഒരു മനുഷ്യനെ വിശുദ്ധിയിലേക്ക്, നിത്യജീവനിലേക്ക് ഒരുക്കിയെടുക്കുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അവിടെ കേരളത്തിന്റെ സ്ഥിതി എന്താണെന്ന്, ഹല്ലേലൂയ, ദൈവമേ കേരളത്തെ ആരെയൊക്കെ വിളിച്ചു പറയുന്നത് ദൈവത്തിന്റെ നാടാണെന്ന്, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പലരും പറയാറുണ്ട്. എങ്കിൽ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ പണ്ടൊക്കെ ഏതോ വിദേശികൾ വന്ന് കേരളത്തിന്റെ തനിമ കണ്ടിട്ട്, മഹിമ കണ്ടിട്ട്, ഇവിടുത്തെ പ്രകൃതിരമണീയമായ കാഴ്ചകൾ കണ്ടിട്ട് അവരുടെ രാജ്യത്തിനകത്ത് കേരളത്തിന്റെ ഭൂപ്രദേശത്തെ കണ്ടിട്ട് അവർ പറഞ്ഞു, ഹല്ലേലൂയ, കേരളം ഒരു കേരളം ദൈവത്തിന്റെ നാടാണെന്ന്. പക്ഷേ ഇന്ന് കേരളം ദൈവത്തിന്റെ നാടാണോ? ഇന്ന് കേരളത്തിൽ നടക്കുന്ന ആ അനുഭവം എന്താണ്? ഹല്ലേലൂയ. അക്രമങ്ങൾ പെരുകിയില്ലേ? വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിന്റെ മുഖ്യധാര എന്താണ് നടക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇപ്പോൾ എന്താണ് നടക്കുന്നത്? പ്രശ്നങ്ങളല്ലേ? നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്താണ്? അരാജകത്വങ്ങൾ, വർഗീയത, തീവ്രവാദങ്ങൾ, ഭീകരവാദങ്ങൾ, എന്തുമാത്രം ഭ്രൂണഹത്യ ചെയ്യിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പാപത്തിൽ അടിമയാക്കി മാറ്റുന്ന കുടുംബസ്ഥരെ തകർക്കുന്ന എത്രയോ നീചന്മാരും ക്രൂരന്മാരുമായിരിക്കുന്നവരാണ് ഇന്ന് രാഷ്ട്രീയത്തിന്റെ ഉന്നത തലങ്ങളിൽ കയറിക്കൂടിയിരിക്കുന്നത്. ഹല്ലേലൂയ. ജനത്തിന്റെ വിഷയങ്ങളെ പരിഹരിക്കുവാൻ, ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ജനങ്ങളുടെ ഹൃദയങ്ങളെ അറിയുവാൻ, അവരുടെ വിഷയങ്ങളിലേക്ക് ചെല്ലുവാൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം നടത്തി കൊടുക്കുവാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം ചൂടുപിടിച്ച ചർച്ച എന്താണ്? നിന്നെ അധികാരത്തിന്റെ കുപ്പായിടാൻ വേണ്ടിയാ. ദൈവമക്കൾ കുപ്പായും രാഷ്ട്രീയത്തിന്റെ കുപ്പായും മാറ്റിവേ. ഞാൻ മുമ്പേ ആവർത്തിച്ചു. ദൈവത്തിലേക്ക് രക്ഷയുടെ വസ്ത്രം ധരിക്ക്. ഹല്ലേലൂയ, സ്തോത്രം. ആ തേജസ്സിന്റെ വസ്ത്രം ധരിച്ച് ദൈവമക്കൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്ക്. ദൈവം തന്റെ സഭയ്ക്ക് വിടുതലായിരിക്കും. ആദിമ സഭയ്ക്ക് അതാണ് ചെയ്തത്. അതുകൊണ്ട് നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, ഇവിടെ ദാവീദ് പറയും, ആകയാൽ ദാവീദ് പ്രാർത്ഥിക്കുവാനായി തന്റെ ദേശത്തോട് വരുവിൻ, നാം മടങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച് യഹോവയോട് മുട്ടുകുത്തുക എന്ന് വിളിച്ചു. ഹല്ലേലൂയ. പറയുകയാണ്, നമ്മൾ എവിടെ നിന്നാലും ഹല്ലേലൂയ മുഴങ്കാൽ മടക്കി മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. മുഴങ്കാലുകൾ മടക്കി മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ ചില ദൈവദാസന്മാരുമായിട്ട് സംസാരിപ്പാടെയായി. അപ്പോൾ അവരൊക്കെ എന്നോട് ചോദിച്ചു, എന്റെ പാസ്റ്റർ ഇപ്പം രാത്രിയിൽ കേരളത്തിലും ഓൺലൈൻ ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, രാത്രിയിൽ ഓൺലൈൻ രാത്രിയിലും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. പിന്നെ പലരും ചെയ്യുന്നുണ്ട്. അതിന് 9 മണി 10 മണിക്ക് തുടങ്ങി 2 മണിക്ക് തീരുന്ന ഓൺലൈൻ പലയിടത്തും നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. കാരണം പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ള ദൈവദാസന്മാരുണ്ട്. പക്ഷെ അതിനുള്ള സംവിധാനങ്ങളില്ലാതെ പലരും ഭാരപ്പെടുന്നവരുമുണ്ട്. എന്നാൽ അതിന് സാഹചര്യങ്ങളുള്ളവർ അതിനുവേണ്ടി ഒരുങ്ങത്തുമില്ല. നമ്മുടെ കർത്താവൊക്കെ രാത്രി മുഴുവൻ മലയിൽ പോയി പ്രാർത്ഥിച്ച ആളാ. ഹല്ലേലൂയ, സ്തോത്രം. യേശു ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് ശിഷ്യന്മാര് 12 തെരഞ്ഞെടുത്തതെന്ന് രൂപം നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കതൊക്കെ നഷ്ടപ്പെട്ടു പോയി. യേശുവിന്റെ പ്രാർത്ഥനയൊക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് റോമാലേഖനത്തിൽ വായിച്ചതാണ്, പ്രാർത്ഥനയിൽ വിട്ടിരിക്കണം. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥന വിട്ടിരിക്കണം ദൈവസഭ, ദൈവമക്കൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ എന്നെ കേൾക്കുന്ന ദൈവസന്നിധിയിൽ നമ്മുടെ മുഴങ്കാലുകളെ മടക്കിക്കൊണ്ട് നാം നെടുമ്പാട് വീണ് സാഷ്ടാംഗ പ്രമാണം നടത്തണം നമ്മുടെ കർത്താവിനോട്. ഹല്ലേലൂയ. നെടുമ്പാട് വീണ് കരയണം കണ്ണുനീരോടെ. നീ പ്രാർത്ഥിക്കും കണ്ണുനീര്, യഥാർത്ഥത്തിൽ കണ്ണുനീര് തന്നെ വരണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു തുള്ളി കണ്ണുനീര് പോലും ഇല്ലാത്ത ഒരുവിധം ഭാവാഭിനയത്തിലുള്ള പ്രാർത്ഥന ഒരുപാട് സഭയിൽ നടക്കുന്നുണ്ട്. ഒരു തുള്ളി കണ്ണുനീര് പോലും ഇല്ലാതെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പലരും അഭിനയിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. യഥാർത്ഥത്തിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് കണ്ണുനീരുണ്ടോ? എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് കണ്ണുനീരുണ്ടോ? പ്രൈസോ. കണ്ണുനീരിന്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. ദൈവസഭയ്ക്ക് അന്യപ്പെട്ടു പോയത്.
മടങ്ങി വരണം ദൈവസഭ നാളുകളിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ ഒരനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഒരു ദൈവഭക്തൻ പറഞ്ഞത്, വടക്കേ ഇന്ത്യയിൽ അധികമായി ദൈവജനം അല്ലെങ്കിൽ ഉണരുവാൻ വേണ്ടി നാം മുഴക്കാലുകൾ മടക്കണം. ലോകരാജ്യങ്ങളെ 7 ഭൂഖണ്ഡങ്ങളിലേക്ക് നോക്കുമ്പോൾ സുവിശേഷമെത്താത്ത അനവധി ഗ്രാമങ്ങൾ, വില്ലേജുകൾ, ട്രൈബൽ മേഖല, ആദിവാസി മേഖല, ദ്വീപുകളിൽ ഇന്നും ആർക്കും അധികാരികൾക്ക് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത അനേക ദ്വീപുകളുണ്ട്. അവിടെയൊക്കെ കടന്നു ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ലേരിയ സുവിശേഷം അറിയാത്ത വലിയൊരു കൂട്ടം ജനമുണ്ട്. അവരുടെ ഈ സത്യവചനത്തെ നാം വിളിച്ചു പറയണം. ലേരിയ. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുകയാണ്. തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവീൻ. ലേരിയ. അതെ, നമ്മുടെ തളർന്ന കൈകളെ ബലപ്പെടുത്തണം. അല്ലെങ്കിൽ കുഴഞ്ഞു പോയ മുഴങ്കാലുകളെ നമ്മൾ ഉറപ്പിക്കണം. ദൈവസേനയെ ഉറപ്പോടെ നിന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. റോമാലേഖനം 12:13 എന്താണ് പറയുന്നത്? പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. ഹല്ലേലൂയ. അതെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത്, എനിക്ക് പ്രാർത്ഥിക്കാൻ വളരെ താല്പര്യമുണ്ട്. ഇനി നിങ്ങളുടെ ഏതെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ ആവശ്യമുണ്ടെങ്കിലും ഞാൻ എൻ്റെ എല്ലാ മെസ്സേജിലും എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ ഏത് സമയത്ത് വിളിച്ചാലും, ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറിന്റെ ഏത് സമയത്തും, രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ഏത് സമയത്ത് എന്നെ വിളിച്ചാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. പാസ്റ്റർ രാത്രി കിടന്ന് ഉറക്കമായിരിക്കും, ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഏത് രാത്രി വിളിച്ച് പ്രാർത്ഥിക്കും. ഞാൻ അങ്ങനെയാണ് ഇതുവരെ ചെയ്തു വരുന്നത്. ഇപ്പോഴും പലപ്പോഴും നല്ല ഉറക്കത്തിലെ പലരും വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ ആ സമയത്തൊന്നും ഒരു മടിയും കൂടാതെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വിഷയത്തിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥന വിട്ടിരിക്കും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ദേശത്തിന്റെ ഏത് ഭാഗത്തും ഇരുന്ന് വിളിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന്റെ, ദൈവസഭയുടെ, ദൈവമക്കളുടെ, കുടുംബങ്ങളുടെ, രാജ്യത്തിന്റെ, രാഷ്ട്രങ്ങളുടെ വിടുതലിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങളുടെ ദൈവസഭ, ദൈവമക്കൾ, ക്രൈസ്തവ സമൂഹം ഈ ദിവസം പ്രാർത്ഥനയ്ക്ക് മടങ്ങി വരുവാൻ, പ്രാർത്ഥന വിട്ടിരിക്കുന്ന കഷ്ടങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഹല്ലേലൂയ ദൈവമക്കൾ മയങ്ങിപ്പോകാതെ പ്രാർത്ഥന ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ ദേശത്തെ അടക്കി വാഴുമ്പോൾ, ദൈവസഭ, ദൈവമക്കൾ ഉപദ്രവ പീഡയിലൂടെ കടന്നു പോകുമ്പോൾ, അതിന് നിലവിൽ കർത്താവെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തെ എഴുന്നേൽപ്പിക്കണമേ. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, മദ്യത്തിനും മയക്കുവിനും ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്ന അനവധി ആളുകൾ, സമാധാനമില്ലാതെ ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, ദുർഭൂത സേവകൾ, ദുരാത്മശക്തികൾ ഓരോ കുടുംബങ്ങളെ ദേശത്തെ തകർക്കുമ്പോൾ, കൊലപാതകങ്ങൾ, പിരിവ്, രക്തച്ചൊരി, പീഡനങ്ങൾ വർദ്ധിക്കുന്നു. ഭ്രൂണഹത്യ, അനവധി നടക്കുന്നത് കർത്താവേ. അതിന്റെ നിലയിൽ കർത്താവേ, കുഞ്ഞാട് കേരളത്തിന്റെ, ഭാരതത്തിൽ, ലോകരാജ്യം വിടുതലിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രീയ അരാജകത്വങ്ങൾ മാറിപ്പോവാൻ, തീവ്രവാദികൾ, ഭീകരവർഗീയവാദികൾ, മദ്യരൂപികളും മയക്കുമരുന്ന് രൂപികളും ദേശത്തെ, രാജ്യത്തെ കൈപ്പിടിയിൽ ഒതുക്കി ഇന്നത്തെ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ജനം മടങ്ങി വരട്ടെ. ദൈവസഭ, ദൈവമക്കൾ, ദൈവദാസന്മാർ രാഷ്ട്രീയ കുപ്പായങ്ങൾ മാറ്റിവെച്ച് മടങ്ങി വന്ന് തേജസ്സിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട്, രക്ഷയുടെ വസ്ത്രം ധരിച്ച്, ആ ഉത്സവസ്ത്രം ധരിച്ചുകൊണ്ട് തന്റെ വിശ്വാസികളെ, തന്റെ ജനത്തെ, ദേശത്തെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂട്ടിവരുത്തുവാൻ ജനത്തെ ഒരുക്കണമേ. ദാവീദ് പറഞ്ഞതുപോലെ വരുവിൻ, ദൈവത്തിന് മുട്ടുകൂട്ടുവാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ നമ്മെ നിർമ്മിച്ച ദൈവത്തിന്റെ ഹല്ലേലൂയ മുഴങ്കാല് മടക്കിയതുപോലെ ഈ ദിവസങ്ങളിൽ ഒന്നിച്ച് പ്രാർത്ഥനയ്ക്ക് ദൈവസഭ, ദൈവമക്കൾ, ക്രൈസ്തവ വിശ്വാസികൾ കടന്നു വരുവാൻ, വിവിധ ബന്ധങ്ങൾ കടന്നു പോകുന്നവർക്ക് ഒരു ആശ്വാസത്തിന്റെ കാരണമായി തീരുവാൻ ദൈവജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.